ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ISLുമായി ബന്ധപ്പെട്ടുള്ള ചില ന്യൂസുകൾ പുറത്തു വന്നിട്ടുണ്ട്, അതൊന്നും നോക്കി വരാൻ പറ്റും. ISLുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ന്യൂസ് പുറത്തു വരുന്നു. ചർച്ചിൽ ബ്രദേഴ്സ് ഈ വർഷത്തെ ലീഗ് കളിക്കുന്നില്ല. അവർ ഈ വർഷത്തെ ISL കളിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ISLിലേക്ക് പ്രൊമോഷൻ വേണമെന്നായിരുന്നു അവർ ആവശ്യപ്പെട്ടത്. ഇതിനെക്കുറിച്ച് തീരുമാനിക്കുവാനായി AFF അവരുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടുവാൻ തീരുമാനിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ മാർക്കസ് ബർഗ്ലാവോ റിപ്പോർട്ട് ചെയ്തത്. മതിയായ അംഗങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു മീറ്റിംഗ് നടന്നില്ല എന്നാണ് ഇപ്പോൾ മാർക്കസ് ബർഗ്ലാവോ റിപ്പോർട്ട് ചെയ്യുന്നത്. ചർച്ചിൽ ബ്രദേഴ്സ് ഈ വർഷത്തെ ISL കളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്പോർട്ടിംഗ് ബാംഗ്ലൂരു ഈ ഒരു ലീഗ് കളിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട്. പിന്നീട് പ്രീ സീസൺ മത്സരവുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസാണ് പുറത്തുവന്നിട്ടുള്ളത്. ഇന്റർ കാശി അവരുടെ ആദ്യ പ്രീ സീസൺ മത്സരം വിജയിക്കുവാനായി സാധിച്ചിരുന്നില്ല. ഇന്നലെ അവർ ഒരു പ്രീ സീസൺ മത്സരം ചെന്നൈയിൻ എഫ്സിക്കെതിരെ കളിച്ചിരുന്നു. ആ ഒരു മത്സരത്തിൽ 2-0 ഇന്റർ കാശി വിജയിച്ചു കയറിയിരിക്കുകയാണ് ചെന്നൈയിൻ എഫ്സിക്കെതിരെ. പിന്നീട് മൂന്നാമത്തെ അപ്ഡേറ്റ് നോക്കാം. മൂന്നാമത്തെ അപ്ഡേറ്റ് ആയിട്ട് വരുന്നത് ഒഡീഷ എഫ്സിയുമായി ബന്ധപ്പെട്ടാണ്. ഒഡീഷ എഫ്സി അവരുടെ ട്രെയിനിങ് നിലവിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച തൊട്ട് ട്രെയിനിങ് ആരംഭിക്കുവാനായിരുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ അവരുടെ ട്രെയിനിങ്ങിന് ഇതുവരെ തുടക്കമിടുവാനായി സാധിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വരുന്നത്. അവരുടെ ഹോം ഗ്രൗണ്ടിൻ്റെ കാര്യത്തിലും അവരുടെ ട്രെയിനിങ് ഗ്രൗണ്ടിൻ്റെ കാര്യത്തിലും ഇതുവരെ തീരുമാനമെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒഡീഷയുടെ പ്രീ സീസണിന് തുടക്കം കുറിക്കാതെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ISLിലെ ആദ്യ മത്സരം പോസ്റ്റ്പോൺ ചെയ്തേക്കുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പിന്നീട് മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നു. ഇന്നലെ ജംഷഡ്പൂർ എഫ്സിയും സ്പോർട്ടിംഗ് ഡൽഹിയും തമ്മിൽ ഒരു മത്സരം ജംഷഡ്പൂർ എഫ്സിയുടെ ഹോം ഗ്രൗണ്ടിൽ പ്രീ സീസൺ മത്സരം നടത്തിയിരുന്നു. ഈ ഒരു മത്സരത്തിൽ ജംഷഡ്പൂർ FC 1-0 വിജയിച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. ഇതാണ് ISLുമായി ബന്ധപ്പെട്ട് ചില അപ്ഡേറ്റ്സ് പുറത്തു വന്നിട്ടുള്ളത്.